2 ദിവസമായി വച്ചാനെ ഞാൻ ഈ കിടപ്പുടക്കിയിട്ട്. എൻ്റെ പൊന്നോ, പക്ഷെ കിടക്കണ സ്ഥലം വേറെ വൈബട്ടോ. കാരണം വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല. ഒരു 2 മണിക്കൂറോളം നടന്ന് എല്ലായിടത്തും ലോക്ക്. അവസാനം ഈ ഒരു ഹൈവേയുടെ അടുത്ത് ഈ ഗ്രില്ലിൻ്റെ അവിടെ ചാടി കയറി ഇവിടെ കിടന്നങ്ങനെ ഉറങ്ങി. ഒരുപാട് മുറിച്ചെടികളുണ്ട്. മൊത്തം കുത്തി കയറി കിടന്നപ്പോ പിന്നെ ഇറങ്ങാൻ തോന്നിയില്ല. കുത്തിക്കയറാണ്ടിരിക്കാനും. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ല. നേപ്പിൾസിൽ 2 ദിവസമല്ലേ ഉറങ്ങിയിട്ട് വെച്ചാരെ. അപ്പോൾ ഇപ്പോൾ 2 ദിവസം നല്ലോണം കിടന്നുറങ്ങി റെസ്റ്റാക്കി എനർജി കയറ്റി. ഇനിയിപ്പോൾ ഇച്ചിരി ഫുഡ് അടിക്കാനായിട്ട് ഇവിടെ കാരിറ്റാസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. സ്ഥലം വഴി അറിയില്ല, ചോദിച്ചു പോവാം. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ ഗുഡ് മോർണിംഗ് മുത്തുക്കളെ. ഗുഡ് മോർണിംഗ്. 10 മണിയായിട്ടുള്ളൂ, കുഴപ്പമില്ല. എൻ്റെ മോന് സ്ഥലമൊക്കെ വൈബോസ്കിയായി. ഒരു കാട്ട് വൈബട്ടല്ലേ. എനിക്കട്ടെ അതായിരുന്നു നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ട്. ഇവിടെ ഹൈവേ പെട്ടെന്ന് കാണൂല, താഴേക്കൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. സൈഡിൽ ഒതുങ്ങി ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങണേണ് കഴിച്ചിട്ട്. ഇപ്പോൾ ഒരു മണിക്കൂറോളം നടക്കണം. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് തുടങ്ങാൻ പോണേണ് ഇവിടെ നിന്നോട്ട്. കാരണം ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ടല്ലോ. അപ്പോൾ ലിഫ്റ്റ് കിട്ടോ ഇല്ലെന്ന് നോക്കാം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ 1 മണിക്കൂർ നടത്താൻ തന്നെ നടത്താം. ഇവിടെ ഒരു കിടില ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, കാടിൻ്റെ ഉള്ളിലൊരു ഹോട്ടൽ. ഇവിടെയൊക്കെ വരൂ ഗൈസ്. വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ ഗൈസ്. ഫസ്റ്റ് ഹിച്ചാക്കിയത് നമുക്കൊരു റൈഡ് കിട്ടി ഗൈസ്. ഒരു വലിയ വാനില് നമ്മുടെ ഇതാണ് മച്ചാൻ പിയട്രോടെ നമുക്ക് ലിഫ്റ്റ് ചെയ്തത്. ആളിവിടെ സൈക്കിൾസിൻ്റെ ടൂറിങ്ങിൻ്റെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണ ആളാണെന്ന് തോന്നുന്നു. വാനുണ്ട്, നൈസ് മൂഡ്. അപ്പോൾ ഫസ്റ്റ് ലിഫ്റ്റ് ഗൈസ്, ഫസ്റ്റ് ലിഫ്റ്റ്. This is my first lift. I just started hitchhiking from today and I'm trying to travel around Italy. Okay. Yeah. So it's like at the hilltop. Yes. Wow. Yes. Now we are right to the top of the hill. ഹിൽടോപ്പിലോട്ട് പോവുകയാണ് ഞാനും പിയട്രോയും കൂടി. പൊളി ഗൈസ്. യെസ്. ഇവിടെ നമുക്ക് മുന്തിരിത്തോട്ടങ്ങളൊക്കെ കാണാം. ോടേക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ പറയണേന് 7 വർഷമായിട്ട് 7 years ആയിട്ട് അവൻ യൂറോപ്പ് ഫുള്ള് ഇങ്ങനെ ട്രാവൽ ചെയ്തേക്കണേ. എന്തിന് എന്നെ പോലെ അല്ല, സൈക്കിളിന് യു ട്രാവൽ ഓൾ ഓഫ് യൂറോപ്പ്. Which is your favorite place? Like Portugal, for example, is very beautiful. Portugal. Or also Spain. Yeah. Madrid. Barcelona, Madrid. Yeah. Oh, I'm gonna go there sometime. I mean, maybe in 7 months I'll go there. ഇവിടെയുള്ള ആളാണ്. ഞാൻ ആളോട് ചോദിച്ചു മനസ്സിലാക്കട്ടെ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ യൂറോപ്പിനെ പറ്റി. അപ്പോൾ പോർച്ചുഗലും സ്പെയിനൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകാൻ വെച്ചാൽ ജസ്റ്റ് മേബി ഇൻ 6 or 7 months we're gonna be there in Madrid. മുന്തിരി കൊണ്ട് പോകണണ്ട, മുന്തിരി ആരൊക്കെ പോണ ഒരു മൂടാണ്ടോ. ഫുള്ള് ഇങ്ങനെ പച്ചപ്പും പരിതാപകരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ നേപ്പിൾസ് പോലെയല്ല, മൊത്തം നല്ല ഗ്രീനറി, ബ്യൂട്ടി ഓഫ് നേച്ചർ. നമ്മൾ കുറച്ചുകൂടി കയറി വന്നിരുന്നെങ്കിൽ നല്ല സ്പോട്ടിലൊന്ന് ക്യാമ്പ് പിടിക്കായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല, എവിടെയാണെങ്കിലും നമ്മുടെ ഉറക്കം നന്നായി. ഇപ്പോൾ മച്ചാൻ പിയട്രോ ഡാസ്. ബൈ. അതാണ് ഗൈസ്. ഞാനിപ്പോൾ ഒരു മച്ചാനെ പരിചയപ്പെട്ടു. ആള് എനിക്ക് വഴി പറഞ്ഞാൽ തന്നെ വന്നാണ്. പക്ഷേ ആളിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു. വാട്ട് വാസ് ദി പാൻറ്റോ? Punta Campanella. അവിടെ വലിയൊരു പാലസ്റ്റീൻ ഫ്ലാഗ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ? I just noticed this before in some shops there and I was like taking videos. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടില്ലേ? അത് ആളാണ് അതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ആളൊരു ആക്ടിവിസ്റ്റ് ആണ് ഇവിടുത്തെ. What is your name, brother? Bruno, and he's an activist and maybe a piece to him saying I shut the times, buddy. I shut the times. Maybe you could play that. ഇന്നും മച്ചാനെ അത് കണ്ടു കേട്ടോ. ഇപ്പോൾ ആള് പ്ലേ ചെയ്യട്ടോ. സോ ഇതാണ് ആളുടെ സ്പോട്ടിഫൈ ചാനൽ. ചെക്കൗട്ട് ചെയ്യ്, ദ അൺഅറ്റൻഡഡ്. ഓക്കെ, ആളുടെ ആണ് സ്പോട്ടിഫൈ ചാനൽ. ഓക്കെ, listen to this guys. El diablo, pero qué maldito show. I shut the times.
truck god of Tackles in the goals, buddy. I like Luigi. I like Luigi. I like Luigi. Yeah, because that guy was named Luigi Mangione. Luigi Mangione. Luigi Mangione, buddy. Yeah. Get it with a car. അത് സ്വന്തം മ്യൂസിക് കേട്ടോ. Put it with a car. Put it on board. Yeah, I'm like shit, buddy. Working class. Hey. Like it anymore. Like it anymore. I'm saying, here I'm saying I shoot him. 4 bullets in the game, but Bruno, guys, Bruno, meet Bruno. I'm introducing the rapper, the activist Bruno here from Naples. Public profile is dead mean X at the entity. The entity. Already basically, guys. Both Sorrento Conan. ലിഫ്റ്റ് അടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. ഞാൻ അവിടെ നിന്ന് അപ്പുറത്ത് 8-9 കിലോമീറ്റർ തിരിച്ച് നടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. അവസാനം ഞാൻ കള്ളവണ്ടി ബസ്സിൽ കയറിയിട്ട് നമ്മുടെ മെയിൻ സൊറൻറ്റോ ടൗണിലെത്തി. ഇപ്പോൾ കാരിക്കാസിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പരിപാടി മച്ചാനെ. ഇതാണ് നമ്മുടെ അർദ്ധരാത്രി പറഞ്ഞ വ്യൂ ഗൈസ്. ഇതാണ് വ്യൂ. സോ ഇതാ കാണുന്നതാണ് ഗൈസ് പോംപിയുടെ ആ വോൾക്കാനോ. നമ്മളവിടെ പോകുന്നതാണ്. അത് നേപ്പാളി. അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇതാണ് ഗൈസ് വൈബ്. നൈസ് വൈബ് അല്ലേ. ലവ്ലി. സോ ബോട്ടൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കവർ സാധനമൊക്കെ തന്നു വിട്ടിരുന്നു വെച്ചാൽ ഇനി ഇത് തിന്ന് തീർക്കണമല്ലോ. യെസ്. അവിടെ ഫുഡൊക്കെ കഴിച്ച് ഈ ഗാർഡനിൽ ഇങ്ങനെ ഇരിക്കണേണ്. ഇതെന്താ പക്ഷെ നമ്മുടെ ചുറ്റും ആള് കൂടി നോക്കിയേ. കൊച്ചിക്കിളിയൊക്കെ വന്നിരിക്കണ കുഞ്ഞിക്കിളി. അവനാണ് ഏറ്റവും വേന്ദ്രൻ കേട്ടാ. അവര് ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഐസിട്ട് അടിച്ചിട്ട് അങ്ങോട്ട് പ്രാവുകളുടെ ഇടയിൽ കൂടി പറന്നു പോകാം. പ്രാവുകളുടെ ഇടയിൽ കൂടി ചക്കൻ അങ്ങോട്ട് പറന്നു പോയി. ഞാൻ കൊടുക്കണം. നടക്കുട്ടാ അവനെടുക്കണ്ട്. കണ്ടില്ല? ഇല്ല, എടുക്കില്ല. പ്രാവിനുള്ളതാണ് ഗൈസ്. അവർ തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചവിട്ടിക്കൊന്നുകളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഗൈസ്. നമ്മൾ കിട്ടുന്ന ഫുഡ് മൃഗങ്ങളാവട്ടെ മനുഷ്യരാവട്ടെ എന്തോ ആവട്ടെ ഷെയർ ചെയ്യാൻ അവസരങ്ങളൊന്നും വിട്ടുകളയരുത്. നമ്മുടെ യേശുക്രിസ്തു ചെയ്ത പോലെ ഒരു കുഞ്ഞു കഷ്ണമാണെങ്കിലും ഒരു കുഞ്ഞു ബ്രെഡാണെങ്കിലും 1000 പേർക്കാണെങ്കിലും കൊടുക്കാൻ പറ്റണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മളിവിടെ ഒരു ഗാർഡനിലൊക്കെ നിന്നിട്ട് കാരറ്റ്സ് ഫുഡൊക്കെ അടിച്ചിട്ട് ഇവിടെ കിടക്കണിരുന്നു. കുറച്ച് നേരം ട്രെയിനിങ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കാനാണ്. ഇപ്പോൾ അതേ ബീച്ചിലോട്ട് പോകാൻ പോണു ഗൈസ്. അയ്യോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സൊന്നും നനക്കണം. ഇനിയിപ്പോൾ ഉള്ളത് തന്നെ നനക്കാം. കാരണം സീനാണ്. സോ അങ്ങനെ പോണ കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ പയ്യെ നീങ്ങുന്നു. നമ്മുടെ പവർ ബാങ്ക് അവിടെ ചാർജിലിട്ടേക്കാണ്. അതൊന്നും എടുത്തിട്ട് വേണം പോകാൻ. കാരണം കിട്ടി. ഞങ്ങളിപ്പോൾ ബീച്ചിലോട്ട് പോകണം ഗൈസ്. കൊച്ചനെ ബ്രദർ Davin, 9 months. You've been traveling for the last 8-9 months, right? I'm traveling since 9 months now. 9 months. 9 മാസമായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പോലെയൊക്കെ തന്നെ. ലൈക്ക് I'm here in Sorrento. It will be 3 months. 3 months in Sorrento. I know the city quite well. നൈസ്. ആള് വൈബാട്ടോ. ഇങ്ങനെ ട്രാവലിംഗ് മൂടാണ് ലൈക്ക് മീ. ഇപ്പോൾ ഞങ്ങൾ ബീച്ചിലോട്ടാണ്. ഇവിടെ ആൾക്ക് അത്യാവശ്യം അറിയാം സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ബീച്ചിലോട്ട് പോയിട്ട് ഒന്ന് കുളിക്കണം. എത്ര ദിവസമായി വിളിച്ചിട്ട്. എല്ലാ സിറ്റികളിലും ഇവിടെ ഓരോ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ഗ്രാമദേവതകൾ എന്നൊക്കെ പറയൂലേ,
അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു ഗ്രാമദേവത. ഈ സൊറൻറ്റോ എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ഗ്രാമദേവതയായിട്ട് നിൽക്കണം. അതായത് പ്രൊട്ടക്ടർ ഓഫ് ദ സിറ്റി ഓഫ് സൊറൻറ്റോ, സെൻറ്റ് ആൻറ്റോൺ, റൈറ്റ്? സെൻറ്റ് ആൻറ്റോൺ. സെൻറ്റ് ആൻറ്റോണീനോ ആളുടെ സ്റ്റാച്ചു ആണത്. സെയിൻറ്റ് ആൻറ്റോണീനോ പുള്ളിയാണ് ഈ ഇവിടുത്തെ ഗ്രാമദേവത, ഇവിടുത്തെ പ്രൊട്ടക്ടർ ഓഫ് ദ സൊറൻറ്റോ സിറ്റി എന്ന് പറയണ ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. എന്തൊരു സുന്ദരിമാരായിരുന്നു ദിവസം. ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഗേൾസ് എവറിവെയർ മൈ ബ്രദർ. അപ്പോൾ നമ്മളിങ്ങനെ കളക്ഷനൊക്കെ അടിച്ച് ഞാൻ അങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ നടക്കണേണ് മച്ചാനെ. ദൈവത്തി ഇങ്ങനെ നോക്കുന്നുണ്ട്, ചിലപ്പോൾ ഇതിൽ കിട്ടും. ഇവിടെ നോക്കണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് ഇല്ല, അവൾ തിരിഞ്ഞ് കളഞ്ഞു. അയ്യോ മച്ചാനെ ബീച്ചെത്തറേ മച്ചാൻ്റെ കൂടെ ഇങ്ങനെ നടന്നോണാണ്. ഈ സ്ഥലമൊക്കെ നോക്കി ഞങ്ങൾ നല്ലൊരു ഗ്രീനറി നേച്ചർ എവ്രിവെയർ ലൈക്ക് ദിസ്. അല്ലേ ആള് ഇതാണ്, ട്രാവലറാണ്, മിസ്റ്റിക്കാണ്. അപ്പോൾ ഒരുപാട് അറിവൊക്കെ ഉള്ള നോളജബിൾ മാനാണ്. അപ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട് പല സിറ്റിനെ പറ്റിയും പുള്ളിയുടെ യാത്രകളെ പറ്റിയും. ഫ്രാൻസ്, സ്പെയിന്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ടോക്കിംഗ് അബൌട്ട് your knowledge and your traveling. Yeah. After staying 2 months or a bit more in Napoli, I decided to stay to this quiet place, Sorrento. It's very peaceful. Yeah, it's very peaceful. നേപ്പാളിൽ നമ്മൾ പ്രാന്ത് പിടിച്ച് കിടന്ന് കണ്ടില്ല എല്ലാവരും. സൊറൻറ്റോ എന്ത് പീസ്ഫുള്ളാണെന്നറിയാം, പുള്ളി തന്നെ പറയാം. And after that, Looks like a bridge. Yeah, looks like a bridge this one. Guys, നമ്മൾ ബീച്ചിലെത്തി മച്ചാനെ. ഇനി ഇവിടെ നിന്ന് ചാടേണ്ടതേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ആകെയുള്ള ഒരു പ്രൈവറ്റ് ബീച്ച് മച്ചാ. കുറേ പേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചോട്ടി പിടിക്കാം ഇവിടെ നമുക്ക് ചാട്ടി കുടിക്കാം. ഇതാണ് ഗൈസ് സൊറൻറ്റോൻ്റെ ഒരു കുഞ്ഞു ബീച്ച്. വലിയ കുമ്പൊന്നുമില്ല. അതാണ് ഞാൻ പിന്നെ അണ്ടർ വാട്ടർ ഒന്നും എടുക്കാഞ്ഞ്. പിന്നെ ഇവിടെ ഷവറും വർക്ക് ചെയ്യണല്ലോ. അപ്പോൾ പിന്നെ ഉപ്പുവെള്ളം ചെറിഞ്ഞിങ്ങനെ ഇരിക്കുക കുറച്ച് കഴിയുമ്പോൾ. മച്ചാനും ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള മൂഡിലിങ്ങനെ ഇരിക്കുക. ഓക്കെ, 8 ദിവസം 12 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് ഫാസ്റ്റ് ചെയ്ത് നമ്മുടെ ബോഡി ഹീൽ ചെയ്യണം. അതിൻ്റെ ഒരു വെറുതെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തലകറങ്ങി വല്ലയിടത്തും ചാവും. ഈ വീഡിയോ കൊണ്ട് ആരും വേറെ അങ്ങനെ ചെയ്യില്ല. അതിനൊക്കെ പ്രത്യേക ടെക്നിക്കും പ്രാക്ടീസും ഒരുപാട് പണിയുണ്ട്. ആളൊരു യോഗ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ഔഷധ ചെടികൾ, മരുന്നുകൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വരുന്ന ഏറെക്കുറെ എല്ലാ അസുഖമില്ലേ. ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗിയാണ്. മാനസികമായിട്ട് രോഗിയാണ്. കാരണം അത്രയും ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ശരീരത്തിന്. ശാരീരികമായിട്ട് രോഗിയാവും. നല്ല വൈബിൽ ഇങ്ങനെ ബീച്ചിൽ ഇതൊക്കെ കേട്ടിങ്ങനെ ബീച്ചിൻ്റെ ഇതിൽ കേട്ട് ഇങ്ങനെ ഇരിക്കാനാണ്. ഓരോ അറിവുകളും കാര്യങ്ങളൊക്കെ വെച്ച്. അപ്പോൾ വെച്ചാൽ നമുക്ക് ഇച്ചിരി ഫുഡ് കാര്യങ്ങളൊക്കെ ചിക്കൻ നഗറ്റ്സൊക്കെ ഓഫർ ചെയ്ത് അങ്ങനെ കഴിക്കാൻ പോണ്. താങ്ക് യു ബ്രദർ, താങ്ക് യു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കഴിച്ചു. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ സ്ഥലം കണ്ടുപിടിച്ച് കിടന്നുറങ്ങണം വെച്ചാലേ. ഓക്കെ, ഇതിലെ വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ് കേട്ടോ ഇത്. നോക്കി ഒറ്റ കൈയിലാണ് ചെയ്യണത്. ഓ മൈ ഗോഡ്, ഒറ്റ കൈയിൽ ഫ്രണ്ട് ലിവർ. കാലിസ്തനിക്സ് മൂടാണ്. പുള്ളി വേൾഡ് റെക്കോർഡ് അടിക്കാൻ വേണ്ടി കാണിച്ചു തരാം. I am Roberto Fornari Stand. റോബർട്ടോ ഫോർനാരി സ്റ്റാൻഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഭാവിയിലെ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഉണ്ടോ ഇത്? ഒറ്റ കൈയില. എൻ്റെ അമ്മേ. And now I will do a little jump. So wait. Okay. 3, 2, 1. Maximum power. Oh man. Wow. Cheers man. All the best, man. Yeah. All the best. Thank you. Take care. Take care, you too. മാതാവിൻ്റെ ഒരു കിടിലം പ്രതിമ അല്ലേ. ഇരുന്ന് കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ മച്ചാനും ഇവിടെ പോയിട്ടുണ്ട്. വേറൊരു മച്ചാനും പരിചയപ്പെട്ട്. അതാണ് ആള്. അപ്പോൾ ആള് വലിയ പാട്ടിൻ്റെ ഫാനാണ്. യൂട്യൂബ് ആള് റെഡി ആയിട്ട് ഇപ്പോൾ വരും. അപ്പോൾ മറ്റേ യെസ് ആള് നോണാവണേനും ഗൈസ്. പാട്ട് പാടാൻ പോണേണ് വെച്ചാരെ ആള്.
l'amore. E se fosse tanta voglia di chiamare, è la pugnata, è l'unico frutto dell'amore. E che sei? Bravo, bravo. ഞാൻ tu ora dove sei? Street in altra storia, come stai? Lui ti stringerà, lui ti stringerà, lui ti stringerà, sei unica. Prendere amore. Accotte carabineros, charres nos, sanorenos. എന്താ സാറോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഏതാ പാട്ടെന്ന് അറിയില്ല മച്ചാരെ അപ്പൊ അതാണ് ഇവിടുത്തെ മൂഡ് വൈകുന്നേരം ഈവനിങ് ഇൻ സൊറൻഡോ ഗൈസ് Amo! E che sei? Yes. Pronto? Carabineros. എന്തൊക്കെ ചെയ്യാൻ പോണ്ട് ഓ ഇവിടെ പോലീസാണ് ഇപ്പൊ പോലീസ് പിടിച്ചിട്ട് പോയാല് No problema. ഫ്രാങ്ക് ആയിരുന്നു ഗൈസ് ഫ്രാങ്ക് ആണ് ഹലോ My friend Anthony. ഗിറ്റാർ ഒന്ന് തരണോ ആരടാ ബൊമ്മളി വെച്ച I see trees of green and red roses too. I see the moon for me and for you. And I think to myself, what a wonderful world. Yeah. നമ്മളിങ്ങനെ കിടക്കുകയാണ് വെച്ചാൽ സൈഡിൽ ഓനവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രദറിൻ്റെ കൂടെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ച് പഠിപ്പിച്ച് തന്നു എവിടെയൊക്കെ അലക്കണ സ്ഥലം ബാത്റൂം കുളിക്കാൻ അങ്ങനെ അവനോട് 3 ദിവസത്തോളമായി ഇവിടെ അങ്ങനെ കഴിച്ച് ഇവിടുത്തെ കരികൾ വെച്ചാലേ അപ്പോൾ അടുത്ത ഒരു 3 ദിവസത്തിനുള്ളിൽ എനിക്കിത് കവർ ചെയ്ത് അടുത്ത സ്ഥലം പിടിക്കണം അല്ലെങ്കിൽ ഇവിടെ സ്റ്റക്കായി പോകും അടിപൊളി സ്ഥലമാണ് പോകാവുന്നതാണ് അച്ഛനെ ഉണ്ടാക്കിയ സാധനം നോക്കി വേറെ മൂഡ് ചെറിയ സെറ്റപ്പ് വെച്ചിട്ട് വലിയ മൂഡ് പിടിക്കുക മനസ്സിലായോ എനിക്കും കിട്ടിയത് ഇതുപോലെ പക്ഷെ ഞാൻ അപ്പം തന്നെ തിന്നിരുന്നു ഇവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നൊക്കെ നോക്കി താങ്ക് യു ബ്രദർ താങ്ക് യു അതാ നമുക്ക് കളിക്കാൻ പോണെന്ന് ബോൺ അപ്പറ്റീറ്റ് ഗൈസ് ബോൺ അപ്പറ്റീറ്റ് അണിമുത്തുക്കളെ രാവിലെ തന്നെ നൈസ് പാട്ടോടാം അടിപൊളി മോർണിംഗ് ഫസ്റ്റ് തന്നെ നമുക്ക് ഞാൻ ഗിറ്റാർ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് ഒരു ഗിറ്റാർ എങ്ങനെയും ഒപ്പിക്കാനുള്ള പരിപാടി നോക്കാം നമ്മുടെ ഉച്ചയാകുമ്പോൾ നമ്മുടെ കമ്പനിക്കാരും വരും ഫുഡ് അടിക്കുന്ന സ്ഥലത്തോട്ട് പിന്നെ അവൻ്റെ കൂടെ കുറച്ച് കറക്കായിരിക്കും 2-3 സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് അധികം സ്ഥലങ്ങളൊന്നുമില്ല അപ്പോൾ ഉള്ള സ്ഥലമൊക്കെ കവർ ചെയ്ത് ഡേയ്സിൽ പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇന്നലെ കിടന്നിട്ടാ നൈസ് വൈബായിരുന്നു നമ്മുടെ ഗാർഡൻ ഓക്കെ ഗൈസ് ഗുഡ് മോർണിംഗ് മുത്തുക്കളെ എങ്ങനെയുണ്ട് ഐസല്ലേ അപ്പം ഇന്നത്തെ രാത്രി അല്ല ഇന്നത്തെ രാവ് സൊറൻഡോ കറക്കവും ഗിറ്റാർ തപ്പലും ഗിറ്റാർ ഇനിയിപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് എന്തെങ്കിലും വർക്ക് എടുത്ത് കൊടുക്കുക
ഒരു കുഞ്ഞ് ഗിറ്റാർ സെക്കൻഡ് ഹാൻഡ് എന്തെങ്കിലും തരുമെന്നാണ് ചോദിക്കാൻ പോണം. നടന്നില്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി 2 ദിവസം പണിയെടുത്ത് ഫണ്ടുണ്ടാക്കി അതുകൊണ്ട് സെറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പം സീ യു. 3.5-7 കിലോമീറ്റർ അങ്ങാടും നടന്ന്, അങ്ങനെയല്ല 3.5 കിലോമീറ്റർ വണ്ണു നടന്ന്. പക്ഷെ ആ ഗിറ്റാർ കിട്ടിയില്ല വെച്ചാൽ പണ്ടാറ് ഇവിടെ കയറി എത്തിയിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ജോലിയും കിട്ടാനുള്ള ഇറ്റാലിയൻ ഭാഷ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എൻ്റെ മോനെ മച്ചാ ലിഫ്റ്റ് കിട്ടിയടാ, ഭാഗ്യം. മഴയൊക്കെ ആയിരുന്നു. അപ്പം അവൻ ലിഫ്റ്റ് തന്ന്. ചെയ്യാമോ? റഫേൽ എന്നാണ് ആളുടെ പേര്. ഗ്രാച്ചിയ. എനിക്ക് മനസ്സിലായില്ല, എന്നാലും കൊള്ളാം. നല്ല മ്യൂസിക്, നല്ല വൈബൊക്കെ ആയിട്ട് നമ്മൾ പോണേണ് ഗൈസ്. നല്ല കാറ്റുണ്ട്, നല്ല മ്യൂസിക്. കൂടെ നമ്മുടെ റഫേൽ ഗ്രാച്ചിയ. അപ്പ നമ്മളിവിടെ ആക്കി തന്നു. പാവപ്പൻ്റെ എന്ത് രസമാണ്. പുള്ളി പാട്ടൊക്കെ കേട്ട് നൈസ്, എന്താ പറയുക, നല്ല ട്രഡീഷണൽ ഇറ്റാലിയൻ മ്യൂസിക്കൊക്കെ കേട്ട് നൈസ് മൂഡിൽ ഇങ്ങനെ ആള് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് മൂടല്ലേ, ശാന്തതടാ, ശാന്തത. ആ കാറിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു അൾട്ടിമേറ്റ് ശാന്തതയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താ മൂടടാ. അയ്യോ ഇവിടെ ചെക്കിങ് കിടക്കുന്നുണ്ട് പോലീസുകാർ. നോക്കി അയ്യോ, നമുക്ക് കുഴപ്പമില്ല, നമുക്കെല്ലാം സെറ്റല്ലേ മച്ചാനെ. എന്താ വിസലടിച്ച് വീഴ്ത്തണോ? ഞാൻ ഓർത്ത് നമ്മളെയാണ് വിസലടിച്ചു. ഇല്ല, അതേ ആ കാറ് മാറ്റാൻ വേണ്ടി വിസലടിച്ചവള്. ഇവിടെ സുന്ദരിയുടെ പോലീസ്. നാട്ടിലൊക്കെ ആണെങ്കിൽ പുറകെ കിടന്ന് വളക്കായിരുന്നവളാ. അയ്യോ, ഇവിടെ എന്താ വളച്ചൂടെ? എടാ ഇവിടെ നമ്മൾ നിൽക്കണല്ലോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പുറകെ കിടന്ന് നോക്കാമായിരുന്നു. പോരാത്തതിന് ഇടത്തിയായി പോയില്ലടോ. എന്നാലും കുഴപ്പമില്ല, പ്ലസ് പോയിന്റ് മാങ്ങാത്തലി. എനിവേസ്, നമ്മളിപ്പോൾ ഏകദേശം സ്ഥലത്തോട്ട് എത്തിയിരിക്കുന്നു. മച്ചാനെ നല്ല പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫേണുണ്ട്, ഫേണ്. അപ്പോൾ ഓൾമോസ്റ്റ് എത്തി. ഫുഡ് കഴിക്കേണ്ട ടൈമായി, ചാർജ് ചെയ്യണം. അങ്ങനെ എടാ, വേണ്ടപ്പെട്ട ഒരു പുള്ളി ഫോൺ വിളിച്ചിട്ട് എടുക്കണല്ലോ ഒരു 4 ദിവസത്തോളമായിട്ട്. ആകെ ഭയങ്കര സങ്കടം. ഇന്ന് എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാവരും വിട്ടുപോകണതാണ് ലൈഫിൽ നിന്ന്. അതൊരു പാർട്ടാണ്. എല്ലാവരുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകും. അതാണ് നമ്മുടെ ശ്രീബുദ്ധൻ പറയണത് എത്രത്തോളം ശരിയാ. അറ്റാച്ച്മെൻറ്റ് ലീഡ്സ് ടു സഫറിങ്. നമ്മൾ ആരുമായിട്ട് അറ്റാച്ച്ഡ് ആവരുത്. കാരണം ഇവരൊക്കെ വിട്ടുപോകുമ്പോൾ നമ്മൾ കാരണമാവാം, അവരുടെ പ്രശ്നങ്ങൾ കാരണമാവാം, വേറെ ആരെങ്കിലും പണി വെച്ചാവാം, എന്തോ ആവട്ടെ. വിട്ടുപോകുമ്പോൾ മൂഞ്ചി ഇങ്ങനെ ഇരിക്കണം വിഷമിച്ച്. ഇത് നമ്മുടെ അപ്പൻ. ഹായ്. രാവിലെ പുള്ളിയാണ് എനിക്ക് ബാത്റൂമൊക്കെ തുറന്നത് കേട്ടോ. പള്ളിയിൽ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചേക്കുന്നു. ഐ മീൻ മെഡിറ്റേഷൻ. എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങണം. നമ്മൾ തേടി കിടന്ന 2 ആൾക്കാരെ കിട്ടി ഇവിടെ. അവള് മറ്റേ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തില്ല. ഞാൻ വന്നപ്പോൾ തൊട്ട് റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും പണിയിട്ടോ നോക്കാൻ വേണ്ടി ഇവരെ തപ്പി കിടക്കരുത്. അപ്പോൾ കാറ്റസിൻ്റെ ഇവിടെ വെച്ചിട്ട് നൈസായിട്ട് മീറ്റ് ചെയ്ത് കഴിച്ചു. ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പോകാം. ഇതിൻ്റെ ഒരു വലിയൊരു കൂടാരത്തിലൂടെ നമ്മൾ കയറി പോകണം. ഓറഞ്ച് അല്ലടാ, ചെറുനാരങ്ങ. ഇവിടെ ഒരു ഭയങ്കര സെറ്റപ്പ് സാധനമുണ്ട്. വാട്ട്സ് ദ നെയിം ഓഫ് ദ ഡ്രിങ്ക് ബ്രദർ? Sorbet? It's the Cataldo Garden. I mean, there's a drink, lemon drink, sorbet. Famous drink of Salerno. Sorry. It's called the limoncello. ലിമോൺചെല്ലോ എന്നൊക്കെ പറഞ്ഞ സാധനം. അത് ഈ ലെമൺസ് വെച്ച് ഉണ്ടാക്കണതാണ്. ഇവിടുത്തെ വൈപ്പ് നോക്കിയാൽ മൊത്തം എന്തോരം ഫുള്ള് ഇത് തന്നെ ഉണ്ടോ. ലെമൺസിൻ്റെ തന്നെയാണ് ഫുൾ കൃഷി ഈ ഭാഗത്ത്. മച്ചാനെ അവിടെ നിന്ന് മീറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ അവിടെ നിന്ന് അടച്ച് മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഗിറ്റാർ കിട്ടിയില്ല. I didn't get the guitar, so did you bring the harmonic? Oh, I forgot. Oh, it's okay. ഇനിയിപ്പോൾ ഹാർമോണിക്ക് വെച്ചൊരു പടച്ച് നോക്കാം. മടുപ്പാണ്. So you can see soon basically there will be a lot of lemon, oranges.
മഴയാണ് ഗൈസ്, മഴ. പിന്നെ കുളിക്കാത്തതുകൊണ്ട് മഴ നമുക്കൊരു അനുഗ്രഹമല്ല വെച്ചാണ്. പക്ഷേ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ട് തോന്നുന്നു ഇവിടെ കുളിക്കാണ്ടിരിക്കുന്നത്. നമ്മുടെ സൈഡിലൊരു സുന്ദരിക്കുട്ടിയാവുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ കോസ ഇറ്റാലിയാനോ എന്ന് പറയുന്ന ഒരു കിറ്റിലോസ്കി സ്ട്രീറ്റിലാണ് ഗൈസ്. ഇത് മൂഡില് സോ നമ്മുടെ കമ്പനിക്കാരൻ്റെ അടുത്തോട്ട് പോകുന്നു. എന്നാലും ബാത്റൂം കിട്ടിയിട്ടോ നോയ്സിന് അവിടെ ഒരു പള്ളിയിൽ കയറി. അപ്പോൾ അവിടെ ഒരു ചെറുക്കനെ ഉണ്ടായിരുന്നു. അവനിക്ക് ഞാൻ പറഞ്ഞു ഒന്നുമില്ല, വേണമെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പള്ളിയിൽ കാർഡ് പേയ്മെൻറ്റും ഞാൻ പറഞ്ഞു അത്യാവശ്യമാണെങ്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ കയറ്റി വിട്ടു. ഭാഗ്യം. എൻ്റെ അമ്മീ. എന്നിട്ട് പിന്നെന്താ, ഇനിയിപ്പോൾ നമ്മുടെ ഹാൾഡോട് പോകണം. സാധനങ്ങളൊക്കെ ചാർജ് ചെയ്ത് പവർ ബാങ്ക് ഫുള്ളായില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി വെക്കണം വെച്ചാൽ ഓക്കെ. സോ വി ഗോയിങ് ടു ഗെറ്റ് സം. നമ്മുടെ മച്ചാൻ്റെ കുറച്ച് ഫുഡുണ്ട്, അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ബർഗർ ചെറുനേരങ്ങിപ്പോയി, അല്ലെങ്കിൽ ചാട്ടിപ്പറിച്ചെടുത്താലേ ഓറഞ്ചിലായിരുന്നു. എക്സെൽസിയർ വിക്ടോറിയ ഗ്രാൻഡ് ഹോട്ടൽ, ഏതോ ഹോട്ടലാടാ, വഴി മാറിപ്പോയി. ഹലോ, is there a hotel? This is the Grand Hotel of Chelsea. Oh, is this the walkway? All this is private. I have the wedding in there. Right, okay. Thank you. Oh, ഗ്രാൻഡ് ഹോട്ടലാണത്. പാട്ടിലൊരു ഹോട്ടൽ, ഏത് മൂഡ് നോക്കി. Right, so we're gonna be like ആളുടെ ശരീരഘടന കാണുമ്പോൾ അറിയാൻ പറ്റും. ഫുഡ് എന്തോ കഴിക്കണത്, ഈ ജങ്ക് ഫുഡ് ഒരുപാട്, അതായത് ദഹിക്കാൻ പാടുള്ള ഫുഡ് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ, ഒരുപാടല്ല കുറച്ച് കഴിച്ചാൽ മതി. കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിവയറില്ലേ, അവിടെ ഫാറ്റല്ല, അടിവയർ മാത്രം ഇങ്ങനെ പൊങ്ങി വീർത്തിരിക്കും. ഗ്യാസും അല്ല ഫാറ്റും അല്ല. പക്ഷെ ദഹിക്കാണ്ട് അവിടെ കിടക്കുന്ന ഭക്ഷണമാണെന്ന് വെച്ചാൽ അതുമല്ല, എന്നാൽ ടോക്സിനാണെന്ന് വെച്ചാൽ എല്ലാത്തിനും കൂടി ഒരു മിക്സാണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ, ഒരു ഫിഗ് ഇതാ. അപ്പോൾ ഇതെങ്ങനെ നല്ല ജ്യൂസിയർ സംഭവം ഇവിടെ, നല്ല മണം. ഓ പൊളിച്ചാലും. Very hungry. Thank you again, brother. Good Thank you appetit. for yeah. So tuna sandwich with cheese and some herbs. Yeah. Oh, okay. Bon appetit. Bon appetit. Bon appétit. Margarita pizza with Mushrooms. mushrooms. നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. സുധൻ ചേട്ടൻ നമ്മളെ ജോയിൻ ചെയ്തിട്ടോ. പുള്ളിക്ക് എന്നോട് തന്നെ വ്ലോഗാണ്. അപ്പോൾ ആൾക്കൊരു ജോലി സെറ്റായി. ഇൻഷാല്ലാ കാര്യങ്ങളൊക്കെ സ്മൂത്തായി. ഒരു ലോഡ് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടോ ആൾ.